അല്ല അഭിലാഷെ, കുഴപ്പം ദേവസ്വം ബോർഡിന്റെയോ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെയോ എന്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതോ പോലും അല്ല. ഉം. കുഴപ്പം ഭക്തജനങ്ങളുടെയാ. കാരണം ഭക്തജനങ്ങള് വിശ്വാസപൂർവ്വം ശബരിമലയില് കോടിക്കണക്കിന് രൂപ അവരുടെ സ്പോൺസർഷിപ്പിലൂടെയോ അല്ലെങ്കിൽ അതല്ലാതെ ഇപ്പോ മല്ലയൊക്കെ 30 കിലോ സ്വർണമാണ് അവിടെ ഉപയോഗിച്ചത് എന്ന് പറയും. അതെ, ടൺ കണക്കിന് 6 ടൺ സ്വർണം 18-ാം പടി പൂശാനായിട്ട് എന്തോ ടൺ കണക്കിന് സ്വർണം ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. അപ്പോ അങ്ങനെ ഭക്തന്മാര് അവര് വലിയ വിശ്വാസത്തോടെ, തീവ്ര വിശ്വാസത്തോടെ ശബരിമലയില് ഇങ്ങനെ ഒരുപാട് സമർപ്പിക്കുന്നു. ഉം. അപ്പൊ അവരാണ് കുഴപ്പം ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയോ ദേവസ്വം ബോർഡോ ഒന്നുമല്ല. നിങ്ങൾ ദേവസ്വം ബോർഡിൽ പോയി ഇതുപോലെ സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ തരത്തിലുള്ള അഴിമതി മുഴുവൻ നടന്നത് അതുകൊണ്ടല്ലേ? അപ്പൊ നിങ്ങളല്ലേ കുറ്റക്കാര്? ഇതാണ് എന്തായാലും മുഖ്യമന്ത്രി പറഞ്ഞു അങ്ങനെ വരുന്നത്. പറയാതിരുന്നത് നന്നായി എന്നാണല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് ശരി. മുഖ്യമന്ത്രി സത്യത്തിൽ പറയാതെ പറഞ്ഞത് അതാണല്ലോ. ഇപ്പൊ ഇവരൊന്നും തെറ്റുകാരല്ല. ദേവസ്വം ബോർഡിന്റെ ഉത്തരവാണ് 2019 ദേവസ്വം ബോർഡ് ചർച്ച ചെയ്തിട്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചത് കേട്ടോ. ഉത്തരവിന്റെ കോപ്പി എന്തെങ്കിലുണ്ട്. ശരി. ദേവസ്വം ബോർഡ് ചർച്ച ചെയ്തിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ ചുമതല ഏൽപ്പിക്കുന്നത്. അപ്പൊ ദേവസ്വം ബോർഡ് അറിഞ്ഞിട്ടില്ല. ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്വമില്ല. 39 ദിവസം കഴിഞ്ഞ് ഈ സാധനം ബാംഗ്ലൂർ എത്തിയതിന് ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്വമില്ല. ഉത്തരവാദികൾ ആരാണ്? ഭക്തജനങ്ങളാണ്. ഇപ്പോ വേണമെങ്കിൽ ഇപ്പൊ സംഘപരിവാറാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കഥ ഇനി പറയാതിരിക്കാൻ ഭേദം. നമുക്കറിയാം അതൊരു പൊളിഞ്ഞ പരിപാടിയാണ്, ഒരു പൊളിഞ്ഞ നാടകമായിരിക്കും. അല്ല, അത് പൊളിക്കാനായിരുന്നു സംഘപരിവാറിന്റെ അജണ്ട എന്നായിരുന്നല്ലോ പറയുന്നത്. ശരി, കോടതി എന്തിനാണെന്നാണ് പറയാൻ പോയത്? കോടതിയിൽ എന്താ പറഞ്ഞത്? ഞങ്ങള് സ്പോൺസർഷിപ്പിലൂടെ പരിപാടി സംഘടിപ്പിക്കും. എന്നിട്ട് എന്താ ചെയ്തത്? 3 കോടി രൂപ ഒരാളെങ്കിലും കൊടുത്തു. എത്ര 8 ലക്ഷം രൂപ കുമരകത്തര റിസോർട്ടിൽ, അങ്ങനെ 3 റിസോർട്ടിലായിട്ട് 12 ലക്ഷം രൂപ ചെലവാക്കി. റിസോർട്ടില് ആളുകൾ മുറി ബുക്ക് ചെയ്തിട്ടാണോ അയ്യപ്പ സംഗമം നടത്തിയത്? എന്ത് ചർച്ചയും എന്ത് നിർദ്ദേശങ്ങളാണ് അവിടെ ഉയർന്നു വന്നത്? 1350 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാനിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾക്ക് ജനങ്ങളുടെ കയ്യിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കും, അവിടെ നിക്ഷേപം കൊണ്ടുവരും എന്നാണ്. നാളിതുവരെ ഒന്നും നമ്മൾ കേട്ടില്ല. അപ്പൊ ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ ഗെയിമിംഗ് ആണെന്ന് അന്ന് ഞങ്ങൾ പറഞ്ഞു. അത് ആവർത്തിച്ചു. അയ്യപ്പൻ നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട്, ഇതൊക്കെ നമ്മളെ കാണിച്ചു തരാനായിട്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ ദേവസ്വം ബോർഡ് എന്നുള്ള സംവിധാനം നമ്മളെ സംബന്ധിച്ച്, ഭക്തജനങ്ങളെ സംബന്ധിച്ച് അത് അവരുടെ കാലിലെ മന്താണ്. ഈ സംവിധാനം ക്ഷേത്രങ്ങളുടെ അന്തകന്മാരായിട്ട് പ്രവർത്തിക്കുകയാണ്. ഇപ്പൊ നേരത്തെ അഭിലാഷ് ഇടയ്ക്കൊന്ന് രാഹുലിനോട് ചോദിച്ചു, മുമ്പ് ഇതുപോലെ 1.5 കോടി രൂപയുടെ അഴിവ് നടന്നിട്ടില്ലേ എന്ന്. അതെ, അത് നമ്മുടെ പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് അന്നത്തെ ദേവസ്വം മന്ത്രി ശിവകുമാറിന്റെ സഹോദരൻ ജയകുമാർ 1.5 കോടി രൂപയുടെ പാത്രം തട്ടിപ്പ് നടത്തിയത്. പിന്നെ പത്മകുമാർ വന്നപ്പോൾ അതിന് വിജിലൻസ് അന്വേഷണം നടത്തി, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. പിന്നീട് എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുത്തു. ഇപ്പൊ പിന്നീട് നമ്മൾ പുറത്തു വരുന്ന വാർത്തകൾ എന്താ? ഓരോ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നിന്നും പുറത്തു വരുന്ന വാർത്ത എന്താ? എങ്ങനെയാണ് ആ ക്ഷേത്രങ്ങളൊക്കെ നടക്കുന്നതിന്റെ എന്താ? നമ്മള് ശാസ്താംകോട്ട ക്ഷേത്രത്തില് 6 കിലോ സ്വർണം പൂശിയ കൊടിമരം കറുത്തിരിക്കുന്നു എന്ന് പറയും. നമ്മള് മലബാർ ദേവസ്വം ബോർഡില് ബാലുശ്ശേരിയിലെ എന്താണ് നമ്മുടെ വേട്ടക്കൊരു മകൻ ക്ഷേത്രം, അല്ലെ, വേട്ടക്കൊരു മകൻ ക്ഷേത്രത്തിന്റെ ആ ക്ഷേത്രത്തിന്റെ, അതായത് എല്ലാ വേട്ടക്കൊരു മകൻ ക്ഷേത്രങ്ങളുടെയും മൂലസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ 20 പവൻ കാണാനില്ല. ഇത് തൃപ്പൂണിത്തറയിൽ തൃപ്പൂണിത്തറ പൂർണ്ണത്രൈശ്യ ക്ഷേത്രത്തിൽ 1 വർഷം മുമ്പ് ഇത്തരത്തില് ഗുരുതരമായ സംഭവം ഉണ്ടായി. ഞാൻ ചോദിക്കുന്നത്, ഈ ദേവസ്വം ബോർഡ് ഇൻവെന്ററി, കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇൻവെന്ററി എന്ന് പറയുന്ന 1978 ശേഷം ഇല്ല. അവിടെ സ്ട്രോങ് റൂമിൽ എന്തൊക്കെ ഇരിപ്പുണ്ട്, എന്തൊക്കെ ഇരിപ്പില്ല പറഞ്ഞുകൂടാ. ഇപ്പൊ തന്നെ KP ശങ്കരൻ സാറിനെ നിശ്ചയിച്ചിട്ടുണ്ട് നമ്മുടെ ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ എന്തൊക്കെയുണ്ട്, എന്തൊക്കെ ഇല്ല. എന്റെ കാരണം എന്താ പറയും? കഴിഞ്ഞ 2 വർഷം മുൻപ് ഗോവിന്ദൻ നമ്പൂതിരി എന്ന് പറയുന്ന ഒരാൾ ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ചിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു. ഈ ശബരിമലയിലെ സാധനങ്ങളുടെ വാല്യൂ നിർണ്ണയിക്കണം, അവിടുത്തെ കണക്കെടുപ്പ് നടത്തണം. അപ്പൊ എന്താ ദേവസ്വം ബോർഡ് പറഞ്ഞെന്നറിയാമോ? അങ്ങനെ കണക്കെടുപ്പ് നടത്തിയാൽ അത് ശബരിമലയുടെ സാധനങ്ങളുടെ സെക്യൂരിറ്റിയെ ബാധിക്കും, ശബരിമലയുടെ സാധനങ്ങളുടെ സുരക്ഷയെ ബാധിക്കും. അതുകൊണ്ട് അതങ്ങനെ പബ്ലിക് ആക്കാൻ പറ്റില്ല. ഇതിപ്പോ വളരെ വ്യക്തമാണല്ലോ. ഇത് പബ്ലിക് ആയാൽ എന്താ സംഭവിക്കുക? ജനങ്ങൾക്കറിയാം അവിടെ എന്തുണ്ടെന്ന്. ഇപ്പൊ എന്തുണ്ടെന്ന് അറിയാത്തത് കൊണ്ട് എന്നും കൊണ്ടുപോകാവുന്ന അവസ്ഥയായി. അപ്പൊ ഇത് ദേവസ്വം ബോർഡ് എന്ന സംവിധാനം തന്നെ ഹിന്ദു സമൂഹത്തിന്റെ തലയിലെ ഡെമോക്രസിന്റെ വാളാണ്. ഈ സാധനം ഇല്ലാതാക്കുക, ക്ഷേത്രങ്ങൾ പരിപൂർണമായും വിശ്വാസികൾ ഭരിക്കട്ടെ എന്ന് തീരുമാനിക്കുക. ശാശ്വതമായ പരിഹാരം. ശരി, ഞാനൊന്ന് ഇടപെട്ട് ഞാൻ രാഹുലിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നത് സമയപരിമിതി മൂലമാണ്. ശ്രീ രാഹുൽ, ഈ സൂചിപ്പിക്കുന്ന പോലെ ഈ